ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇന്നലെ പാളയം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം നല്ല പച്ചക്കറി വിലക്കുറവിൽ കിട്ടി കേട്ടോ. പക്ഷെ മുരിങ്ങാക്കോലിന് നല്ല വിലയാണ്. ക്യാരറ്റും ബീൻസും കൈപ്പയ്ക്കും പയർ കായ ചേന എല്ലാം കൂടി ഇട്ടിട്ടാട്ടോ ഞാൻ അവിയൽ വെക്കാറ്. ഇളവനൊക്കെ ചേർക്കും. നിങ്ങളെന്തൊക്കെ പച്ചക്കറി ചേർത്തിട്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് പറയൂ, കമൻറ്റിലൂടെ അറിയിക്കണേ. എന്നിട്ടൊക്കെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നീളനെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക, പിന്നെ കൈ മുറിയാതെ ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഒരു പ്ലേറ്റ് എടുത്ത് കൊടുന്നു, കാരണം അതിൽ തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം ഞാനൊന്ന് മുറിച്ച് കറക്റ്റായിട്ട് എല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാട്ടോ ഇങ്ങനെ നീളമായിട്ട് പോയത് വീഡിയോ. കാരണം അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അവർക്കും പഠിക്കാമല്ലോ, അത് വിചാരിച്ചിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ കുറേ നേരം കാണിച്ചു കേട്ടോ. പിന്നെന്താ, നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങണം. അതിന് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അരിഞ്ഞ നല്ല ഭംഗിയില്ലേ, അതുപോലെ അരിഞ്ഞെടുക്കണ്ടാവില്ല. അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ മരുന്നൊക്കെ അടിച്ച് വരുന്ന പച്ചക്കറി ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഇതിൽ കാണും. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴുകി നന്നായി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ട് വേവിച്ചിട്ട് അടി പിടിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് തുണി വെച്ചിട്ട് നമ്മൾ ആ ചട്ടി ഒന്ന് പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ചെരിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഇതായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടി നമുക്ക് അടച്ചൊക്കെ ഒന്ന് വെക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങയും നല്ല ജീരകവും എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. പച്ചമുളക് ചേർക്കണേ. ഞാൻ വീട്ടിലുണ്ടാക്കിയ പച്ചമുളക്, അതുകൊണ്ട് നല്ല പച്ചമുളക് കേട്ടോ. എരിവില്ല കേട്ടോ, അധികം എരിവൊന്നും ചേർക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചൂടല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് എരിവേ ചേർക്കുന്നു. കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ തുണി വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തൈരും തേങ്ങയും ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടണം. ലാസ്റ്റാട്ടോ ചെയ്യേണ്ടത്. ഒരു തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെന്താ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അവിയൽ റെഡി. ഞാൻ കഴിക്കാൻ പോവാം.